ചാലക്കുടി നിലനിർത്താൻ നിലവിലെ എംഎൽഎ ബി.ഡി. ദേവസിയെ മൂന്നാം തവണയും രംഗത്തിറക്കണമെന്നാണ് സിപിഎമ്മിലെ ഭൂരിപക്ഷ അഭിപ്രായം. സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം യു.പി. ജോസഫിന്റെ പേരും പരിഗണിക്കുന്നുണ്ടെങ്കിലും ദേവസിക്ക് തന്നെയാണ് സാധ്യത. 2 തവണയും മത്സരിക്കാൻ തീരുമാനിച്ചത് പാർട്ടിയാണ്. പാർട്ടി തീരുമാനിച്ചു, മുന്നണി അംഗീകരിച്ചു, ജനങ്ങൾ അത് എനിക്ക് അംഗീകാരം നൽകി. അതേസമയം കോൺഗ്രസിന് ചാലക്കുടിയിലെ സ്ഥാനാർത്ഥി നിർണയം എളുപ്പമാകില്ല. കെ.പി.സി.സി ജനറൽ സെക്രട്ടറി കൂടിയായ ടി.യു. രാധാകൃഷ്ണൻ മത്സരിക്കുവാനുള്ള ആഗ്രഹം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അല്ല, പാർട്ടി എന്നോട് അവിടെ മത്സരിക്കണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് സമ്മതം തന്നാൽ ഞാൻ അവിടെ മത്സരിക്കുന്നതിന് വളരെ സന്തോഷമുള്ളത്. എന്നാൽ തൃശൂരിൽ തേറമ്പിൽ രാമകൃഷ്ണൻ വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ ചാലക്കുടി വേണമെന്നാണ് പത്മജ വേണുഗോപാലിന്റെ ആവശ്യം. കെ.പി.സി.സി ജനറൽ സെക്രട്ടറി എം.പി. ജാക്സണും ജില്ലാ കോൺഗ്രസ് നേതാവ് ജോസ് വള്ളൂരും രംഗത്തുണ്ട്. 2006-ൽ സിപിഎമ്മിലെ ബി.ഡി. ദേവസി 14,555 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചതോടെയാണ് ചാലക്കുടി ഇടത്തോട്ട് തിരിഞ്ഞത്. 2011-ൽ ബി.ഡി. ദേവസിയുടെ ഭൂരിപക്ഷം 2,549 കുറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 609 വോട്ടിന്റെ ഭൂരിപക്ഷം UDF നേടി. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-നേക്കാൾ 6,500 വോട്ട് കൂടുതൽ നേടി ഇടതുപക്ഷം ശക്തി തെളിയിച്ചു. ഇക്കുറിയും ചാലക്കുടിയിലെ മത്സരം പ്രവചനാതീതമാണ്. മീഡിയ 1 തൃശൂർ.